വായിക്കാൻ എന്നെപ്പോലുള്ള ആളുകൾക്ക് അവകാശമില്ല. ഞാൻ ജന്മം കൊണ്ട് ഇസ്ലാം മതത്തിൽ ജനിച്ച ആളല്ല. അപ്പൊ എന്റെ കൂടെ പഠിച്ചിരുന്ന എം വി മുഹമ്മദ് മദ്രസയിൽ നിന്നാണ് സ്കൂളിലേക്ക് വരിക. അപ്പൊ ഈ മുസൈബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പൊതിഞ്ഞാട് കൊണ്ടുവരിക. അപ്പൊ മുസൈബ് കാണാൻ മുഹമ്മദ് എന്നെ സമ്മതിക്കില്ല. അന്നത്തെ വിശ്വാസപ്രകാരം അമുസ്ലിങ്ങൾ മുസൈബ് നോക്കിയാൽ കണ്ണു പൊട്ടിപ്പോകുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അക്കാലത്തെ വിശ്വാസം. എന്റെ കണ്ണു പൊട്ടിപ്പോകണ്ടെന്ന് കരുതിയിട്ടാണ് മുഹമ്മദ് എനിക്ക് മുസൈബ് കാണിച്ചു തരാതിരുന്നത്. പക്ഷെ മുതിർന്നതിനു ശേഷം സിയൻ അഹമ്മദ് മൗലവിയുടെയും അബൂബക്കർ സാഹിബിന്റെയും അടക്കമുള്ള ആളുകളുടെ വിശുദ്ധ ഖുർആൻ പരിഭാഷകളൊക്കെ തപ്പിപ്പിടിച്ചു വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിശുദ്ധ ഖുർആൻ കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല, കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അതെല്ലാവരും വായിക്കേണ്ടതാണ്. അത് മുസ്ലിങ്ങൾ മാത്രം വായിക്കേണ്ട ഗ്രന്ഥമല്ല, അതെല്ലാവരും വായിക്കേണ്ടതാണ്. ഈ പ്രബോധനങ്ങളെ തുറന്നിട്ട് കൊടുക്കുക എന്നത്. അതുകൊണ്ടല്ലേ എന്നെപ്പോലുള്ള ആളെ ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വിളിച്ചത്. അത് കാന്തപുരത്തെ പോലുള്ള കാന്തപുരം ഉസ്താദിനെ പോലുള്ള ആളുകളുടെ ഒരു ദീർഘവീക്ഷണമാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കണം, പരസ്പരം പങ്കുവെക്കണം. പ്രബോധനങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവാൻ പാടില്ല. പ്രവാചകനെ കാണാൻ വന്ന ക്രിസ്തുമത വിശ്വാസികൾ അവർക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായപ്പോൾ ഞങ്ങൾ പോകട്ടെ, പ്രാർത്ഥിക്കാൻ സമയമായി എന്ന് പറഞ്ഞ സമയത്ത് ഇതാ ഈ പള്ളിയിൽ തന്നെ പ്രാർത്ഥിക്കാം, നിങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞയാളാണ് പ്രവാചകൻ. ഒരു ജൂതന്റെ ശവം കൊണ്ടുപോകുന്നത് കണ്ട് പ്രവാചകൻ എഴുന്നേറ്റ് നമസ്കരിച്ചപ്പോൾ പ്രവാചകരെ അതൊരു ജൂതന്റെ ശവമാണെന്ന് അനുയായികളിൽ ആരോ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു മനുഷ്യന്റെ ജനാസയാണ് നമസ്കരിച്ചത് എന്ന് പറഞ്ഞ